എല്ലാവർക്കും നമസ്കാരം. തെക്കൻ അമേരിക്കൻ രാജ്യമായ അർജന്റീനയുടെ പാറ്റഗോണിയൻ തീരങ്ങളിൽ നിന്നും ഏകദേശം 100 കൊല്ലങ്ങൾക്ക് മുമ്പ് അപ്രത്യക്ഷമായ സെയ് വെയിൽസ് അഥവാ സെയ് തിമിംഗലങ്ങൾ ഈ അടുത്ത കാലത്ത് 2024 മെയ് മാസത്തിൽ തിരിച്ചു വന്നു എന്നുള്ളൊരു വാർത്ത ആഗോള മാധ്യമങ്ങളിലെല്ലാം വന്നൊരു വാർത്തയാണ്. തീർച്ചയായും ഈ ഒരു വാർത്ത പ്രകൃതി സ്നേഹികളെ സംബന്ധിച്ചും അതുപോലെ കടലിന്റെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനും നിലനിൽപ്പിനുമായി പ്രവർത്തിക്കുന്ന ആഗോള സംഘടനകൾക്കും സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമായി. കാരണം ഇവരുടെ പതിറ്റാണ്ടുകളായി നിൽക്കുന്ന ഇവരുടെ സന്നദ്ധമായ സേവനത്തിന്റെ ഒരു സത്ഫലമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ. അർജന്റീനയുടെ പാറ്റഗോണിയൻ സമുദ്ര തീരങ്ങളിൽ ഒരു കാലത്ത് വളരെ സുലഭമായി വിഹരിച്ചിരുന്ന ഈ നീലയും ചാരനിറവും കലർന്ന സെയ് തിമിംഗലങ്ങൾ എന്ന ഭീമാകാരന്മാർ ഇന്ന് വംശനാശ ഭീഷണിയുടെ വക്കിലാണ്. അതുപോലെ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സസ്തനികളായ നീലത്തിമിംഗലങ്ങളുടെ കാര്യവും. ജനിക്കുമ്പോൾ തന്നെ ഏകദേശം 2500 കിലോഗ്രാം ഭാരം വരുന്ന, വളരും തോറും ദിവസം ഏകദേശം 90 കിലോഗ്രാം വെച്ച് ഭാരം വയ്ക്കുന്ന, ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ദിനോസറായ അർജന്റീനോസോറസിനേക്കാളും വലുപ്പം ശാസ്ത്രജ്ഞർ കണക്കാക്കുന്ന ഇന്നേ വരെ ലോകത്തുണ്ടായ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലങ്ങൾ. ഇവയുടെ സംഖ്യയും ഒരു കാലത്ത് തീരെ കുറഞ്ഞു പോവുകയും വംശനാശ ഭീഷണിയുടെ വക്കിലെത്തുകയും പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നോർത്ത് അറ്റ്ലാന്റിക് റൈറ്റ് വെയിൽസ്, വെസ്റ്റേൺ ഗ്രേ വെയിൽസ്, ഫിൻ വെയിൽസ്, സ്പേം വെയിൽസ്, ഹംബാക്ക് വെയിൽസ്, ബോഹെഡ് വെയിൽസ് തുടങ്ങിയ തിമിംഗല കുടുംബങ്ങളും. ഇങ്ങനെ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് തിമിംഗല കുടുംബങ്ങൾ ഇന്ന് നമ്മുടെ സമുദ്രങ്ങളിലുണ്ട്. എന്ന് വെച്ചാൽ ഏകദേശം 1.5 നൂറ്റാണ്ട് മുൻപ് നമ്മുടെ സമുദ്രങ്ങളിലെല്ലാം നിറയെ ഉണ്ടായിരുന്ന ഈ തിമിംഗല കുടുംബങ്ങളുടെ സംഖ്യ അന്നുണ്ടായതിന്റെ ഒരംശം മാത്രമായി ഇന്ന് മാറിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഇത് എങ്ങനെ സംഭവിച്ചു? എന്താണ് ഇതിന് കാരണം? ഇതിനാകെ കൂടി ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: കമേഴ്സ്യൽ വെയിലിംഗ് അഥവാ മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി വ്യാവസായിക അടിസ്ഥാനത്തിൽ നടത്തിയിരുന്ന തിമിംഗല വേട്ട എന്നുള്ളത്. മനുഷ്യൻ നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ തിമിംഗലങ്ങളെ വേട്ടയാടാൻ ആരംഭിച്ചിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും പഴയ വേട്ടക്കാർ എന്ന് വിശേഷിപ്പിക്കുന്നത് ബാസ്കിലെ ജനതയാണ്. ബാസ്ക് എന്ന് പറഞ്ഞാൽ ഇന്ന് സ്പെയിനിലും ഫ്രാൻസിലുമായി കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. ഈ ജനതയ്ക്ക് അവരുടേതായ ഒരു സാംസ്കാരിക വ്യക്തിത്വമുണ്ട്. ഇവരിൽ പരമ്പരാഗതമായി മത്സ്യബന്ധനം ഉപജീവനമാക്കിയിരുന്ന വലിയൊരു വിഭാഗമുണ്ടായിരുന്നു. ചെറുബോട്ടുകൾ യാത്ര ചെയ്ത് ഇവർ തിമിംഗലങ്ങളെ വേട്ടയാടിയിരുന്നത് ഹാർപ്പൂണുകൾ ഉപയോഗിച്ചിട്ടാണ്. ശരീരത്തിൽ തുളച്ചു കയറിയാൽ കൊളുത്തി നിൽക്കുന്ന പോലെ കൊളുത്തുകളോടുകൂടിയ ലോഹാഗ്രങ്ങൾ ഉള്ളതായിരുന്നു ഈ ഹാർപ്പൂണുകൾ. ഇങ്ങനെ ഹാർപ്പൂണുകൾ കൈകൊണ്ടെറിഞ്ഞ് തിമിംഗലങ്ങളെ വേട്ടയാടിയിരുന്ന ബാസ്കുകാർ ഒന്നില്ലെങ്കിൽ ഇവയെ വേട്ടയാടി പിടിച്ച് ബോട്ടിലേക്ക് കയറ്റുകയോ അല്ലെങ്കിൽ കരയിലേക്ക് അടുപ്പിക്കുകയോ ആണ് ചെയ്യാറ്. പിന്നീട് വ്യാവസായിക യുഗത്തിലേക്ക് വന്നതോടുകൂടി ആവി എഞ്ചിനുകളുടെ കണ്ടുപിടുത്തവും യന്ത്രവൽക്കരണവുമെല്ലാം ഇതിനെ വലിയൊരു വ്യവസായമാക്കി മാറ്റി. ബാസ്കിലെ വേട്ടക്കാരുടെ വേഷം മറ്റുള്ളവർ ഏറ്റെടുത്തു. ആവി എഞ്ചിനുകൾ ഘടിപ്പിച്ച കപ്പലുകളും അതിൽ പിടിപ്പിച്ചിട്ടുള്ള എക്സ്പ്ലോസീവ് ഹാർപ്പൂൺ ഗണ്ണുകളുമെല്ലാം തിമിംഗല വേട്ടയെ വേഗത്തിലാക്കി. ശരീരത്തിൽ തുളച്ചു കയറുന്ന മുറയ്ക്ക് പൊട്ടിത്തെറിക്കുന്ന എക്സ്പ്ലോസീവ് ഹാർപ്പൂൺ ഗണ്ണുകൾ തിമിംഗലങ്ങളെ ക്ഷണത്തിൽ കൊല്ലാൻ ശേഷിയുള്ളതായിരുന്നു. ഇങ്ങനെ പുതിയ സംവിധാനങ്ങളെല്ലാം വന്നതോടുകൂടി സാധാരണ വേട്ടക്കാരിൽ നിന്നുമെല്ലാം രക്ഷപ്പെട്ടു നിൽക്കാറുള്ള നീലത്തിമിംഗലങ്ങൾ പോലുള്ള വലിയ സസ്തനികളും വ്യാപകമായി വേട്ടയാടപ്പെട്ടു. 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടി ലോകത്തുള്ള 99% നീലത്തിമിംഗലങ്ങളെയും വേട്ടക്കാർ വേട്ടയാടി കൊന്നിട്ടുണ്ട്. വ്യവസായവൽക്കരണത്തോടുകൂടി സാമ്പത്തികമായി മുന്നേറി തുടങ്ങിയ രാജ്യങ്ങളായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ബ്രിട്ടൻ, ജപ്പാൻ, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളായിരുന്നു ഇങ്ങനെയുള്ള തിമിംഗല വേട്ടയ്ക്ക് മുമ്പുണ്ടായിരുന്നത്. ഇവർ തിമിംഗലങ്ങളെ വേട്ടയാടിയിരുന്നത് വ്യാവസായികമായ ചില ഉപയോഗങ്ങൾക്കാണ്. ഒന്ന്, വെയിൽ ഓയിൽ. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടിയാണ് പെട്രോളിയം, ഇലക്ട്രിക് ബൾബ്, പ്ലാസ്റ്റിക് മുതലായ അവശ്യ വസ്തുക്കളുടെ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ പെട്രോളിയം കണ്ടുപിടിക്കുന്നത് വരെ മനുഷ്യൻ അവന്റെ വ്യാപകമായ ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിച്ചിരുന്നത് വെയിൽ ഓയിൽ അഥവാ തിമിംഗല എണ്ണ ആയിരുന്നു. അതൊരു വിളക്ക് കത്തിക്കാനാണെങ്കിലും മെഷീനുകളിൽ ലൂബ്രിക്കേറ്റിംഗ് ഓയിലായിട്ടും എന്ന് വേണ്ട മനുഷ്യന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളിലും ഈ വെയിൽ ഓയിലിന്റെ ഒരു ഉപയോഗം അന്നുണ്ടായിരുന്നു. അക്കാലത്ത് വെയിൽ ഓയിൽ ലിക്വിഡ് ഗോൾഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കാരണം അത് കിട്ടാൻ നല്ല വില കൊടുക്കേണ്ടതും എന്നാൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതും ആയിരുന്ന ഒരു വസ്തുവായിരുന്നു. ഈ വെയിൽ ഓയിൽ അഥവാ തിമിംഗല എണ്ണ ഉണ്ടാക്കുന്നത് ബ്ലബറിൽ നിന്നാണ്.
തിമിംഗലങ്ങൾ, ഡോൾഫിനുകൾ, സീലുകൾ തുടങ്ങിയ സമുദ്രജീവികളുടെ തൊലിക്കടിയിൽ ഉണ്ടാകുന്ന കട്ടിയേറിയ ഒരു കൊഴുപ്പ് പാളിയെയാണ് ബ്ലബർ എന്ന് പറയുന്നത്. ഈ കട്ടിയേറിയ കൊഴുപ്പ് പാളിയാണ് തണുപ്പേറിയ സമുദ്രങ്ങളിൽ ജീവിക്കുന്ന ഇവരുടെയെല്ലാം ശരീരതാപം നിയന്ത്രിച്ചു നിർത്തുന്നത്. മറ്റുള്ള ജീവികളെ അപേക്ഷിച്ച് തിമിംഗലങ്ങളുടെ ബ്ലബറിന് കട്ടി കൂടുതലാണ്. ലോകവ്യാപകമായ ഇതിന്റെ ആവശ്യം തിമിംഗല വേട്ടയെ കണക്കില്ലാത്ത രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. രണ്ടാമതായി, തിമിംഗലങ്ങളെ വേട്ടയാടിയിരുന്നത് ഇതിന്റെ മാംസത്തിന് വേണ്ടിയാണ്. ജപ്പാൻ, നോർവേ, ഐസ്ലൻഡ്, ഗ്രീൻലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ നൂറ്റാണ്ടുകളായി ഇതിന്റെ മാംസം കഴിക്കുന്നവരാണ്. ഇതിന്റെ എല്ലാം മാംസം കഴിക്കുക എന്നുള്ളത് ഇവരുടെ സംസ്കാരത്തിന്റെ തന്നെ ഒരു ഭാഗമാണ്. ജപ്പാൻകാർ വിശേഷ അവസരങ്ങളിൽ വിളമ്പുന്ന കുജീറ, അതുപോലെ തന്നെ ഗ്രീൻലൻഡുകാർ അച്ചാറിട്ട് വയ്ക്കുന്ന മുക്ടുക് പോലുള്ള വിഭവങ്ങൾ തിമിംഗലങ്ങളുടെ മാംസവും തൊലിയും ചേർത്താണ് ഉണ്ടാക്കുന്നത്. തിമിംഗല വേട്ട എന്നുള്ളത് നൂറ്റാണ്ടുകളായി പല രാജ്യങ്ങളുടെയും സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട മ്യൂസിയങ്ങളും പല രാജ്യങ്ങളിലും നിലവിലുണ്ട്. ഇങ്ങനെയുള്ള മ്യൂസിയങ്ങൾ വഴി തങ്ങളുടെ തിമിംഗല വേട്ടയുടെ പാരമ്പര്യം ഇവർ ലോകത്തിന് മുമ്പിൽ ഉയർത്തിക്കാട്ടുകയാണ് ചെയ്യുന്നത്. ഇന്നും ഇങ്ങനെ പല രാജ്യങ്ങളിലും പ്രാദേശികമായി സൂപ്പർ മാർക്കറ്റുകളിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു ഐറ്റമാണ് തിമിംഗല മാംസം എന്നുള്ളത്. 3, തിമിംഗലങ്ങളുടെ ബലീൻ അഥവാ എല്ലുകൾ എന്നുള്ളതാണ്. പണ്ടുമുതലേ നോർത്ത് അമേരിക്കയിലെയും യൂറോപ്പിലെയും ജനങ്ങൾ ധരിച്ചു വന്നിരുന്ന കട്ടിയേറിയ മേൽവസ്ത്രങ്ങളാണ് കോർസെറ്റുകൾ എന്ന് പറയുന്നത്. ഈ കോർസെറ്റുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ശാരീരിക വടിവ് വരുത്തുവാനും ഫാഷനുമായെല്ലാം പണ്ട് മുതലേ ഉപയോഗിച്ചിരുന്നു. പണ്ട് ഇതിന്റെ കട്ടിയേറിയ ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയിരുന്നത് തിമിംഗലത്തിന്റെ ബലീൻ അഥവാ എല്ലുകൾ വെച്ചിട്ടാണ്. ഈ തിമിംഗല ബലീനുകളുടെ അഥവാ എല്ലുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് വളരെ ശക്തിയുള്ളതും നല്ല വഴക്കമുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഇവ ഫർണിച്ചറുകൾ, സ്പ്രിങ്ങുകൾ, മറ്റു വീട്ടുപകരണങ്ങൾ, നിർമ്മാണ മേഖലയിലും അതുപോലെ തന്നെ കലാപരമായ സൃഷ്ടികൾ ഉണ്ടാക്കുന്നതിനുമെല്ലാം പണ്ട് മുതലേ ഉപയോഗിച്ചു വന്നിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടി നമുക്ക് ചുറ്റുമുള്ള ഈ പ്രകൃതിയെ കൂടി സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ബോധം മനുഷ്യന് വന്നു തുടങ്ങി. അതിനുള്ള കാരണക്കാർ ആ കാലത്ത് ജീവിച്ചിരുന്ന സാഹിത്യകാരന്മാരും എഴുത്തുകാരും പ്രകൃതി സ്നേഹികളും പ്രാദേശികമായ ചില സംഘടനകളും ഒക്കെയായിരുന്നു. ഉദാഹരണത്തിന് അമേരിക്കൻ നോവലിസ്റ്റ് ആയിരുന്ന ഹെർമൻ മെൽവിൽ മോബി-ഡിക്ക് എന്നുള്ളൊരു നോവൽ എഴുതിയത് 1851-ലാണ്. ക്യാപ്റ്റൻ അഹാബ് തന്റെ കാലൊരെണ്ണം കടിച്ചെടുത്ത ബീജത്തിമിംഗലത്തെ പ്രതികാര ബുദ്ധിയോടുകൂടി പിന്തുടരുകയും ഒടുവിൽ ക്യാപ്റ്റനും കൂട്ടരും കടലിൽ തന്നെ അവസാനിക്കുകയും ചെയ്യുന്ന ഒരു കഥയാണ് മോബി-ഡിക്ക് പറയുന്നത്. ഒരു സഞ്ചാരി കൂടിയായിരുന്ന ഹെർമൻ മെൽവിൽ കടൽ വേട്ടക്കാരുടെ ജീവിതത്തെക്കുറിച്ചും അവർ നടത്തിയിരുന്ന അതിക്രൂരമായ തിമിംഗല വേട്ടയുടെ ഒരു നേർ ചിത്രവും ഈ കഥയിൽ കൂടി പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മോബി-ഡിക്ക് പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ പിൻകാലത്ത് മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന അളവില്ലാത്ത ക്രൂരതകളെ കുറിച്ച് സമൂഹങ്ങളെ ബോധവാന്മാരാക്കി എന്ന് വേണം കരുതാൻ. ഇതിന്റെ എല്ലാം ഫലമായി 1946 ഇന്റർനാഷണൽ കൺവെൻഷൻ ഫോർ റെഗുലേഷൻ ഓഫ് വെയിലിംഗ് എന്നുള്ള ഒരു അന്താരാഷ്ട്ര ഉടമ്പടി നിലവിൽ വന്നു. ആഗോളതലത്തിലുള്ള തിമിംഗല വേട്ടയ്ക്ക് നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇതിന്റെ ഉദ്ദേശം. ഇങ്ങനെയുള്ള ആഗോളതലത്തിലുള്ള ഈ തിമിംഗല വേട്ടയുടെ നിയന്ത്രണത്തിനും നിരീക്ഷണത്തിനുമായി ഒരു ഭരണസമിതിയും നിലവിൽ വരികയുണ്ടായി. അതിന്റെ പേരാണ് ഇന്റർനാഷണൽ വെയിലിംഗ് കമ്മീഷൻ അഥവാ IWC. പിന്നീട് ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടും രക്ഷയില്ല എന്ന് കണ്ട IWC 1986 അന്താരാഷ്ട്ര തലത്തിൽ ഒരു മൊറാട്ടോറിയം പാസാക്കി തിമിംഗല വേട്ടയെ ആഗോളതലത്തിൽ നിരോധിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് തിമിംഗലം പോലുള്ള നമ്മുടെ സമുദ്രങ്ങളിലെ വലിയ സസ്തനികളെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ചോദ്യം ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ ഒരു ഒറ്റ ഉത്തരമേ ഉള്ളൂ. കടലിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് മാത്രമല്ല പ്രകൃതിയുടെയും അതുകൊണ്ട് തന്നെ മനുഷ്യന്റെയും നിലനിൽപ്പിന് ഈ വലിയ സസ്തനികൾ നമ്മുടെ സമുദ്രങ്ങളിൽ ഇല്ലാതെ പറ്റില്ല. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ലഭ്യമായിട്ടുള്ള ഓക്സിജന്റെ പകുതിയും വരുന്നത് അല്ലെങ്കിൽ സംഭാവന ചെയ്യുന്നത് കടലിൽ നിന്നാണ്. കടലിലെ പ്രാഥമിക ഭക്ഷ്യ ഉൽപാദകരായ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ആണ് ഇത് ചെയ്യുന്നത്. ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺസിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും നിലനിൽപ്പിനുമെല്ലാം അത്യാവശ്യമാണ് അയേൺ, നൈട്രജൻ, ഫോസ്ഫറസ് പോലുള്ള പോഷക ഘടകങ്ങൾ. തിമിംഗലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവയ്ക്കുള്ള ഈ പോഷകാഹാരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി പോലെയാണ് പ്രവർത്തിക്കുന്നത്. കടലിന്റെ ആഴങ്ങളിൽ ഇര തേടി പോകുന്ന ഇരപിടിക്കുന്ന തിമിംഗലങ്ങൾ സമുദ്രോപരിതലങ്ങളിൽ തിരിച്ചെത്തി ഇവിടെ വിസർജനം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഈ തിമിംഗല വിസർജ്യങ്ങളിൽ ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺസിന് വേണ്ടുന്ന പോഷകങ്ങൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നു എന്നുള്ളതും കാര്യം. ഇങ്ങനെ സ്ഥിരമായി ലഭിക്കുന്ന പോഷക ഘടകങ്ങളാണ് ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺസിനെ സമുദ്രങ്ങളിൽ ആരോഗ്യകരമായ രീതിയിൽ നിലനിർത്തുന്നത്.
കടലിന്റെ ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യകരമായ നിലനിൽപ്പിന് തിമിംഗലങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനവും ഇത് തന്നെയാണ്. ഇങ്ങനെയുള്ള സസ്തനികളുടെ സംരക്ഷണത്തിനായി ആഗോളതലത്തിൽ ഒരുപാട് സംഘടനകൾ ഉണ്ടെങ്കിലും ഇവർക്കുള്ള ഭീഷണിയും നിരവധിയാണ്. തിമിംഗലങ്ങൾ 2-3 കൊല്ലത്തിൽ ഒരിക്കലേ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഇതിന്റെ പ്രജനനവും സംഖ്യാവർദ്ധനവും വളരെ പതുക്കെയാണ് സംഭവിക്കുന്നത്. ആഗോള താപനം മൂലമുള്ള കടലിന്റെ ആവാസ വ്യവസ്ഥയുടെ നാശം, പ്ലാസ്റ്റിക് മലിനീകരണം, മനുഷ്യന്റെ സമുദ്രങ്ങളിലുള്ള കൂടുതലായുള്ള ഇടപെടലുകൾ ഇവയെല്ലാം തിമിംഗലങ്ങളുടെ ആരോഗ്യത്തെയും ഭക്ഷണത്തെയും സഞ്ചാരപാതകളെയുമെല്ലാം ഗുരുതരമായി ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ശാസ്ത്രീയമായ പഠനത്തിനും വിവരശേഖരണത്തിനും എന്നുള്ള ന്യായം പറഞ്ഞുകൊണ്ട് ജപ്പാൻ, നോർവേ, ഐസ്ലൻഡ് പോലുള്ള ചില രാജ്യങ്ങൾ IWC 1986 ഏർപ്പെടുത്തിയിരുന്ന മൊറാട്ടോറിയത്തിൽ നിന്നും പിന്തിരിഞ്ഞ് ഇപ്പോഴും പ്രാദേശികമായ തലത്തിൽ തിമിംഗല വേട്ട തുടരുന്നു എന്നുള്ളത് ആഗോള തലത്തിൽ തന്നെ വളരെയധികം എതിർപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇന്നും. ഇന്ത്യ ഇന്റർനാഷണൽ വെയിലിംഗ് കമ്മീഷനിൽ അംഗമായത് 1981-ലാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ തിമിംഗല വേട്ടയ്ക്കെതിരെ ശക്തമായ നിലപാടാണ് ഇന്ത്യ കൈക്കൊണ്ടിട്ടുള്ളത്. കേന്ദ്ര വനം, പരിസ്ഥിതി, കാലാവസ്ഥാ മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥർ ഭാരതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് 2 കൊല്ലത്തിൽ ഒരിക്കൽ നടക്കുന്ന ഇന്റർനാഷണൽ വെയിലിംഗ് കമ്മീഷന്റെ ആഗോള മീറ്റിംഗിൽ പങ്കെടുത്തു വരുന്നുണ്ട്. എന്നിരുന്നാലും 1.5 നൂറ്റാണ്ട് മുൻപ് നമ്മുടെ സമുദ്രങ്ങളിൽ ഉണ്ടായിരുന്ന തിമിംഗല കുടുംബങ്ങളുടെ സംഖ്യയുടെ 10-1 തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഇന്നുള്ള ഈ ആഗോളതാപനം പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. അടുത്തൊരു വിഷയവുമായി അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും നമസ്കാരം.